രാവിലെ നേരത്തെ എണീച്ച് ഫ്രഷായി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. പിന്നെ അതാ ഞാൻ അമ്പുടിനെ നോക്കിക്കാണ്. അമ്പുടി തെറ്റിയിട്ട് നിൽക്കുക കേട്ടോ. അത് ആ മുഖത്ത് തെളിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ ഡോർമെട്രി ആയിരുന്നു എടുത്തത്. എല്ലാവരും നമ്മൾ 14 പേര് നമ്മൾ ഒരു റൂമിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നൈറ്റൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ടും അങ്ങനെ. പിന്നെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലത്തേതും രാത്രിത്തെ ഫുഡൊക്കെ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളെ രാത്രി കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയും. കാരണം ഇരുട്ടത്താണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പേടിയല്ലേ. പിന്നെ നമ്മൾ ട്രാവലറിലായിരുന്നു പോയി നിന്ന്. ഇതാണ് നമ്മുടെ വണ്ടി. പിന്നെ അടുത്ത സ്ഥലം ഏതാണ് എന്നുള്ളത് നോക്കുകയാണ്. അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അമ്പടും അതിൻ്റെ ഇടയിൽ ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുഡ് കഴിച്ച് ഫുഡും നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ രാവിലത്തെ രാത്രി നല്ല ഫുഡാണ്. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് തപ്പി പിടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ അഗൗഡ ഫോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു എല്ലാം. പക്ഷേ വെയിൽ അതിലേറെ അടിപൊളിയായിരുന്നു. കാരണം വെയിൽ നമ്മളെ വളരെ അധികം ക്ഷീണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നടക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു വെയിലത്ത്. എനിക്ക് അമ്പുടൂൻ്റെ കാര്യം ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നല്ല വെയിലല്ലേ. അവനെ കൊണ്ട് നമ്മൾ എല്ലാം ആലോചിച്ചിട്ടാണ് വന്നതെങ്കിൽ പോലും പക്ഷേ എന്നാലും ഒന്നും കൂടി ഒരു ടെൻഷനായിരുന്നു ആ വെയിലത്ത് അവനെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ അടിപൊളിയാണ്. പക്ഷേ ആ സമയത്ത് വരണം. നമ്മൾ ഈ വെയിലത്ത് വന്നിട്ട് കുടയും ചൂടിട്ടൊക്കെയാണ് നടന്നിരുന്നത്. പിന്നെ എല്ലായിടത്തുള്ള പോലെ അവിടുത്തെ ഫോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പിക്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ നേരെ പോയി താഴെ എത്തിയപ്പോൾ ഒരു തണൽ തപ്പിയിട്ട് അമ്പുടു മരത്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അമ്പുടു ക്ഷീണം കൊണ്ട് പപ്പേനെ തോളിൽ കിടന്നു പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് നീങ്ങി.